ശശി തരൂരിന്റെ അത്ര വലിയ ആൾക്കാരല്ല തങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പരിഹാസം. അദ്ദേഹത്തെ ശാസിക്കേണ്ടതും തിരുത്തേണ്ടതും കേന്ദ്ര നേതൃത്വമാണെന്നും തരൂർ പറഞ്ഞ കണക്കുകൾ തെറ്റാണെന്നും വി ഡി സതീശന്റെ പ്രതികരണം. അല്ലല്ല, അത് അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ രാഷ്ട്രീയക്കാരനല്ല, വേറൊരാളാണെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹമായിട്ടും തർക്കിക്കാനൊന്നും ഞങ്ങളില്ല. അദ്ദേഹവുമായിട്ട് കൊമ്പ് കോർക്കാനോ വഴക്കിടാനോ ഒന്നും ഞങ്ങളില്ല. അത് അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, കേരള കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹത്തോട് സംസാരിക്കേണ്ടത് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വമാണ്. ഞങ്ങളൊക്കെ അതിനേക്കാളൊക്കെ വളരെ താഴെ പൊസിഷനിലിരിക്കുന്ന ആളാണ്, ഞങ്ങളുടെയൊക്കെ മീതെ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ശാസിക്കാനോ അദ്ദേഹത്തെ ഉപദേശിക്കാനോ അദ്ദേഹത്തിനെ തിരുത്താനോ ഒന്നും ശേഷിയുള്ള ആളുകളല്ല ഞങ്ങൾ. അദ്ദേഹത്തിന് ഉള്ള ആളുകളല്ല ഞങ്ങൾ അദ്ദേഹവുമായിട്ട് ഒരു തർക്കത്തിനും പോകുന്നില്ല. ഞങ്ങളാരും പോകുന്നില്ല. ഞങ്ങളുമായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അദ്ദേഹം അത് ബാക്കിയുള്ളൊരു വിലയിരുത്തട്ടെ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? വിജിൻ വായാന്തോടാണ് വാർത്തയിൽ വിവരങ്ങൾ നൽകാനുള്ളത്. വിജിൻ, ശശി തരൂരിനോടുള്ള പ്രശ്നം സതീശൻ അവസാനിച്ചിട്ടില്ല എന്നുള്ളത് ആ പ്രതികരണത്തിലുണ്ട്, ശരീരഭാഷയിലുണ്ട്. ഹൈക്കമാൻഡ് ഇടപെട്ടിട്ടും പരസ്യ പ്രതികരണം പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പരിഹാസ രൂപേണ ശശി തരൂരിനെ നേരിടാം എന്നാണോ സതീശന്റെ മറുപടിയിൽ നിന്ന് വിലയിരുത്തേണ്ടത്? ഇക്കാര്യം തന്നെയാണ്. അതായത് ഒരു പരിഹാസ രൂപേണയും കളിയാക്കൽ രൂപത്തിലുമാണ് ശശി തരൂരിനെതിരായ വി ഡി സതീശന്റെ ഇന്നത്തെ പ്രതികരണം എന്ന് പറയുന്നത്. അത് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് അത് മാത്രമല്ല, ഇനി ഏതെങ്കിലും തരത്തിൽ ഈ ലേഖനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയാൽ, ശശി തരൂരിനെതിരായി ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ ഈ ലേഖനം ചർച്ച ചെയ്യപ്പെടുമെന്നും അത് തനിക്ക് തന്നെ തിരിച്ചടിയാകും എന്നും വ്യക്തമായ സാഹചര്യത്തിലാണ്. അത് ശശി തരൂർ തന്നെ ഇക്കാര്യത്തിൽ ഒരു തർക്കത്തിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ നമുക്കൊരു സംവാദത്തിന് തയ്യാറാണ് എന്നുള്ള നിലയിലുള്ള നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തന്നെ ബോധ്യപ്പെടുത്തട്ടെ കണക്കുകൾ, മറ്റൊരു കണക്ക് കൊണ്ടുവന്നാൽ അത് ബോധ്യപ്പെട്ടാൽ താൻ തിരുത്താമെന്നുള്ള അഭിപ്രായം നിരന്തരമായി ശശി തരൂർ പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു കണക്ക് ഹാജരാക്കാൻ കഴിയില്ല. പിന്നീട് ഈ വിഷയത്തിൽ നിന്ന് കാര്യങ്ങൾ മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഇനി വി ഡി സതീശന് മുന്നിലുള്ള അജണ്ട എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂരിനെ കളിയാക്കിയും കേന്ദ്ര നേതൃത്വമാണ് തിരുത്തേണ്ടത് എന്ന് പറഞ്ഞുമുള്ള വി ഡി സതീശന്റെ പ്രതികരണം. എന്തായാലും അതിനുശേഷവും നമ്മൾ ചോദിച്ചത്, ഇത് രാഹുൽ ഗാന്ധിയുമായി ശശി തരൂർ സംസാരിച്ചിരുന്നു. ഈ വിഷയമൊക്കെ ഉണ്ടായ വിവാദങ്ങളെ പറ്റിയാണ് സംസാരിച്ചത്. ഒരു ശശി തരൂരിനെ പാർട്ടിയാണോ ബോധ്യപ്പെടുത്തിയത്, അല്ലെങ്കിൽ പാർട്ടിയെ ശശി തരൂരാണോ ബോധ്യപ്പെടുത്തിയത് എന്ന ചോദ്യം. അപ്പോൾ പറഞ്ഞത് അടച്ചിട്ട മുറിയിൽ നടന്ന ചർച്ച എന്തെന്ന് തനിക്കറിയില്ലല്ലോ എന്നാണ് സതീശന്റെ മറുപടി. എന്തായാലും ഇക്കാര്യത്തിൽ ശശി തരൂർ ഒരു കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു. അത് തന്റെ വസ്തുതകളുടെയും ഒപ്പം തന്നെ തനിക്ക് ലഭിച്ച കണക്കുകളുടെയും അടിസ്ഥാനത്തിലാണ് എന്ന് ആവർത്തിക്കുന്നു. ഇതിൽ നിന്ന് പിന്നോക്കം പോകാൻ ശശി തരൂർ തയ്യാറാകുന്നില്ല. അതാണ് ഒരു വാക്കിൽ കൂടി വി ഡി സതീശൻ പറയുന്നുണ്ട്. അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ അതുകൂടി ശശി തരൂരിനെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു നിലപാടാണ്. അത്തരത്തിൽ ശശി തരൂർ തുടർച്ചയായി സ്വീകരിക്കുന്ന നിലപാടുകളിലെ അമർഷം അത് പ്രകടിപ്പിക്കുകയാണ് വി ഡി സതീശൻ ചെയ്യുന്നത്. വിജിൻ, പരസ്യ പ്രതികരണം വേണ്ട എന്ന് ഹൈക്കമാൻഡ് പറഞ്ഞതുകൊണ്ട് ആ വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിനൊന്നുമില്ല. പക്ഷേ പരിഹാസമാണ് മറുപടി എന്നാണ്. ഹൈക്കമാൻഡിനോടുള്ള അതൃപ്തി കൂടിയാണോ വി ഡി സതീശന്റെ വാക്കുകളിലുള്ളത്? തീർച്ചയായും അത് തന്നെയാണ് പറയുന്നത്. അതായത് പ്രവർത്തക സമിതി അംഗമാണ്, അദ്ദേഹത്തെ തിരുത്തേണ്ടത് കേന്ദ്ര നേതൃത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കേന്ദ്ര നേതൃത്വം സംസാരിച്ചു കഴിഞ്ഞു ശശി തരൂരുമായി. രാഹുൽ ഗാന്ധി തന്നെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഇനി ശശി തരൂരിനെ തിരുത്തേണ്ടത് എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. അതുകൊണ്ടാണ് കേന്ദ്ര നേതൃത്വത്തോടുള്ള അമർഷവും കൂടി വ്യക്തമാക്കിക്കൊണ്ടുള്ള ഈ നിലപാട്. പക്ഷേ കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സതീശന് പൂർണ്ണമായും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. അതാണ് ഇക്കാര്യത്തിലുള്ള അമർഷം, കളിയാക്കലും പരിഹാസവും ഒക്കെയായി മാറ്റുന്നത്. ശരി, വിജിൻ വായാന്തോടാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. കേന്ദ്ര നേതൃത്വത്തിന് മാത്രം നിയന്ത്രിച്ചാൽ മതി ശശി തരൂരിനെ, തങ്ങൾ ആ കാര്യത്തിൽ വിഷയത്തിൽ ഇടപെടാനോ സംസാരിക്കാനോ തയ്യാറല്ല, അതിനോളം വളർന്നിട്ടില്ല എന്ന തരത്തിലൊരു പരിഹാസ രൂപേണ ശശി തരൂരിന് മറുപടി കൊടുക്കുന്നു. ഹൈക്കമാൻഡിനോടുള്ള അതൃപ്തി അറിയിക്കുന്നു വി ഡി സതീശൻ.